നമസ്കാരം. ദീപിക ഫുട്ബോൾ കാർണിവലിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ കളിയുടെ ഒരു വിശകലനത്തിലേക്ക് കടക്കാം. രേഷ്മ, ആവേശകരമായ മത്സരമാണ് വരാനിരിക്കുന്നതെന്ന് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു അർജന്റീനയ്ക്കാണ് കുറച്ചുകൂടെ മേൽക്കൈ ഉണ്ടാകുക. അർജന്റീന ചാമ്പ്യന്മാരായതുകൊണ്ട് അല്ലെങ്കിൽ ചരിത്രപരമായ ചരിത്രം നോക്കുകയാണെങ്കിൽ അർജന്റീന മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അതെന്താണെന്ന് വെച്ചാൽ 2014 അർജന്റീന സ്വിറ്റ്സർലൻഡിനെ വീഴ്ത്തിയൊരു ചരിത്രമുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ടീം വളരെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അർജന്റീന ജയിക്കുമെന്നാണ് ഒരു ആരാധിക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കേട്ടോ. ആരാധിക എന്ന നിലയിൽ ഓക്കെ. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പില് പ്രീ ക്വാർട്ടറിൽ അർജന്റീന തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെ വീഴ്ത്തിയത്, ശരിയാണ്. പക്ഷെ ആ കളി നിശ്ചിത സമയത്തിന് ശേഷം ആദ്യത്തെ 90 മിനിറ്റ് രണ്ട് ടീമും ഗോൾ അടിച്ചില്ല. അപ്പൊ അതിനുശേഷം പിന്നീട് 118-ാം മിനിറ്റിലാണ് മെസ്സിയുടെ അസിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഏഞ്ചൽ ഡി മരിയാണ് തോന്നുന്നു ആ ഗോൾ അടിച്ചത്. അപ്പൊ അങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള അർജന്റീനയുടെ ആ വിജയം. ഇതൊരു ആധികാരിക വിജയം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. മെസ്സി പോലൊരു കളിക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. മാത്രമല്ല ഞങ്ങളുടെ ടീമും മുഴുവനായിട്ടും സജ്ജമാണ് ഈ കളിയെ നേരിടാൻ. അങ്ങനെ മെസ്സി പോലൊരു കളിക്കാരൻ, ഒരു താരപ്രഭയിൽ നമുക്ക് അത് മാത്രം കൊണ്ട് നമുക്ക് ലോകകപ്പ് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ടീമിന്റെ മേൽ വിജയം നേടാൻ സാധിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലോകകപ്പിന് പുറത്താണ്, നെയ്മറുള്ള ബ്രസീൽ പുറത്താണ്, നേരത്തെ ചാമ്പ്യന്മാരായ ജർമ്മനി പുറത്താണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മെസ്സിയുടെ മികവ് കൊണ്ടോ അർജന്റീന എന്ന ടീമിന്റെ മാത്രം മികവ് കൊണ്ടോ അവര് ഈ കളി സ്വന്തമാക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ സ്വന്തമാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മെസ്സി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വമുണ്ട്. മാത്രമല്ല 2014 ലോകകപ്പില് സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച ചരിത്രം ഞങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല അനുഭവ സമ്പത്തുമൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് തന്നെ ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്. അർജന്റീന ആരാധിക എന്ന നിലയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നെയ്മറും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും എല്ലാം പുറത്തായി എന്ന് പറയുന്നു. പക്ഷേ മെസ്സി അങ്ങനെ പുറത്താകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അഹങ്കാരമല്ല, ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസമാണ് കേട്ടോ. ആത്മവിശ്വാസം നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ ഈജിപ്തിനെതിരെയുള്ള കളിയിൽ എന്താണ് കണ്ടത്? ഈജിപ്തിനെതിരെയുള്ള കളിയിൽ എന്തായിരുന്നു? കാരണം 79-ാം മിനിറ്റിൽ തുടങ്ങിയ ഒരു 14 മിനിറ്റ് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു അത്. അതിനെ ഒരു രീതിയിലും നിങ്ങൾ എന്താണ് രക്ഷപ്പെടലാണെന്നാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും രക്ഷപ്പെടലാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് അതിനെ രക്ഷപ്പെടൽ എന്ന് പറയാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 79-ാം മിനിറ്റിൽ തുടങ്ങിയ 14 മിനിറ്റിൽ കളി തിരിച്ചു വന്നു. ഫുട്ബോൾ ആണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കളി മാറാൻ ഒരു നിമിഷം മതി. ആ ഒരു നിമിഷത്തിൽ പോലും എന്തും സംഭവിക്കാം. നിങ്ങൾ ആലോചിക്കണം, നിലവിലെ ചാമ്പ്യന്മാരായ ഫിഫയുടെ റാങ്കിങ്ങിൽ ഏറ്റവും മുൻനിരയിൽ റാങ്കിങ്ങിൽ ഏറ്റവും ആദ്യത്തെ റാങ്കുകളിലുള്ള നിലവിൽ 3-ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു അർജന്റീന. അങ്ങനെയുള്ള അർജന്റീനയെ ഈജിപ്ത് പോലൊരു രാജ്യം അവസാനത്തെ 79-ാം മിനിറ്റ് വരെ അവർ 2 ഗോളുകൾക്ക് പിന്നിലാക്കി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാര്യമല്ല, അതെനിക്കറിയാം, ചെറിയ കാര്യമല്ല. നമുക്കൊരു ബുദ്ധിമുട്ടോ വിഷമോ തോന്നിയ സമയങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ സമയത്ത് 79-ാം മിനിറ്റ് മുതൽ ഞങ്ങൾ കളിച്ച് തിരിച്ചു വന്നു. ആ കളിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ കളിയാണ്. അതൊരു ഭാഗ്യമെന്നോ മാജിക്കെന്നോ എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കളിയാണ്. ആ കളിയിൽ തിരിച്ചു വരവാണ്. അവിടെ കൃത്യമായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് കൃത്യമായി പ്രതിരോധത്തെ ഉൾപ്പെടുത്തി അവർ കൃത്യമായിട്ട് ആ വലയിലേക്ക് എത്തിച്ചെങ്കിൽ അത് കളിയാണ്, അതിന്റെ വിജയമാണ്. അത് അംഗീകരിക്കൂ. തീർച്ചയായിട്ടും അർജന്റീനയുടെ വിജയം അംഗീകരിക്കുന്നില്ലെന്നോ അവരടിച്ച ഗോളുകൾ കൂട്ടുന്നില്ലെന്നോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ അവസാനത്തെ ആ 13 മിനിറ്റിൽ അർജന്റീനയെ ഭാഗ്യം കൂടി തുണച്ചത് കൊണ്ടാണ് അവർ ആ കളി ജയിച്ചതെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഭാഗ്യം കൊണ്ട് തുണച്ചു എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ കളി അതിന്റെ ഗോൾ പോസ്റ്റിന് അടുത്ത് വരെ ആ ബോൾ എത്തുമ്പോഴാണ്, അവിടെ നിന്നും ആ കളി മാറുമ്പോൾ അതൊരു വലയിലേക്ക് അതൊരു ഗോളായിട്ട് മാറുമ്പോൾ അത് കളിയുടെ മികവാണ്. അത് ഭാഗ്യം എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ലത്. നമുക്കറിയാം, റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരം. ഈ കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ എന്താണ് അർജന്റീനയ്ക്ക് സംഭവിച്ചത്? കേപ്പ് വെർദെക്കുള്ള എതിരെയുള്ള കളിയിലും അർജന്റീന വളരെ മികച്ചതായിട്ട് തന്നെ തീർച്ചയായിട്ടും കളിച്ചു. അവസാനം 111-ാം മിനിറ്റിൽ വിറച്ചുള്ള കളിയായിരുന്നു അർജന്റീനയുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേപ്പ് വെർദെ അർജന്റീനയ്ക്ക് ഒരു വെല്ലുവിളി ആകില്ല എന്ന വിലയിരുത്തപ്പെടലാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ 111-ാം മിനിറ്റിൽ കേപ്പ് വെർദെ താരത്തിന്റെ സെൽഫ് ഗോളിലാണ് അർജന്റീന ആ ഘട്ടം കടന്നത്. ഒരു ടീമിനെയും നമ്മൾ വെല്ലുവിളി അല്ല അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു ടീമും എല്ലാ ടീമുകളും മികച്ചതാണ്, ഒരു ടീമിനെ നമ്മൾ വെല്ലുവിളി നിറഞ്ഞതല്ല എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ
ഞാൻ പറഞ്ഞല്ലോ, അത് സെൽഫ് ഗോൾ ആണെങ്കിൽ പോലും അത് അവിടെ വരെ എത്തിച്ചു. ഗോൾ പോസ്റ്റിനെ മുഖത്ത് വരെ എത്തിച്ചൊരു ഗോളാണ്. അവിടെ നിന്നാണ് അതൊരു ഹെഡർ, അവിടെ ഒരു സെൽഫ് ഗോളായി മാറുന്നത്. അതിനെ ഒരിക്കലും നമുക്കൊരു സെൽഫ് ഗോളിന്റെ മികവിലാണ് അർജന്റീന ജയിച്ചത്. കേപ്പ് വെർദെ എന്ന രാജ്യത്തോട് മുട്ടുകുത്തിച്ചു അല്ലെങ്കിൽ വിറച്ചു പോയൊരു പ്രകടനം അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അർജന്റീന വരുമ്പോൾ മാത്രം അതിനെ ഒരു വളരെ അങ്ങനെ ഒരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ശരിയാണ്. അത് അർജന്റീനയുടെ പെനാൽറ്റി, മെസ്സിക്ക് പെനാൽറ്റി കൊടുക്കുന്നു എന്നുള്ള മാത്രമുള്ള ആരോപണമല്ല. ഈജിപ്തിനെതിരെയുള്ള കളിയിലും ഒക്കെ ഫൗള് ചെയ്യപ്പെടുന്ന കാര്യം, രണ്ടാമത് അടിച്ച് അവരുടെ ഗോള് ഫൗൾ ചെയ്യപ്പെടുന്നു, അതിനുശേഷം ഈജിപ്ത് ഗോൾ അടിക്കുന്നു, പിന്നീട് അവസാനത്തെ 13 മിനിറ്റിൽ അർജന്റീന വിജയം സ്വന്തമാക്കുന്നു. ഇതൊക്കെ ശരിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞു കേൾക്കുന്നത് അർജന്റീനയ്ക്ക് മാത്രം 12 കളിക്കാരുണ്ടെന്ന് പറയുന്നു. 12 പേര് കളിക്കുന്നു, റെഫറി ഉൾപ്പെടെ 12 പേരാണ് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നതെന്ന് ഇങ്ങനെ ഒരു റൂമർ ഉണ്ട്. ആ ആയിക്കോട്ടെ, റൂമറുകൾ അതുപോലെ തന്നെ നിലനിന്നോട്ടെ, നമുക്കതൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറയുന്നത് തന്നെ റൊസാൻഡ്രോയുടെ ഫൗള് അതൊരു ഫൗള് തന്നെയാണ്. ആ കളി ഒരു റൊസാൻഡ്രോയ്ക്ക് ശരിക്കും ഫൗൾ ചെയ്തത് തന്നെയാണ്, റൊസാൻഡ്രോയെ ഫൗൾ ചെയ്തത് തന്നെയാണ്. മാത്രമല്ല എങ്ങനെയാണ് അത് അവിടെ ഒരു കളി വന്നു, അത് അവിടെ എങ്ങനെയാണ് റെഫറി പെനാൽറ്റി അനുവദിക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ ഔദാര്യമോ അല്ലെങ്കിൽ അതൊരു സൗജന്യമായിട്ട് നൽകുന്ന കാര്യമോ അല്ല. അത് ഫിഫയുടെ നിയമമാണ്. ആ നിയമം അനുസരിച്ച് അദ്ദേഹം പെനാൽറ്റി നൽകുന്നു എന്നതാണ് അതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. ഫിഫയുടെ റൂളുകൾ, ആ റൂളുകളിനകത്ത് നമ്മൾ കുറച്ചെങ്കിലും ആ റൂളുകൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതെന്താണ്, എല്ലാം പഠിക്കണം എന്നല്ല, എന്നാലും ആ റൂളുകളിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ഫിഫയുടെ റൂളുകളിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഫൗൾ അനുവദിക്കുക, എങ്ങനെയാണ് വാറ്, ഇതെല്ലാം അനുവദിക്കാൻ, അത് എങ്ങനെയാണ് അനുവദിക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമായിരിക്കട്ടെ. ആരോപണങ്ങൾ മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വേൾഡ് കപ്പ് ഇതിന്റെ ഫൈനൽ വരെ നമ്മൾ കാണുന്നതിലും, അർജന്റീന ആണെങ്കിൽ അർജന്റീന അല്ലെങ്കിൽ മറ്റൊരു രാജ്യം അവർ കപ്പ് എടുക്കുന്നതും ഒക്കെ കാണുന്നതിലും ഒക്കെ ഒരു എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാകട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളും കളിക്കട്ടെ നന്നായി, പക്ഷെ അർജന്റീന ജയിക്കുമെന്നാണ് എനിക്ക് വിശ്വാസം. എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. അർജന്റീന കപ്പ് എടുക്കും. ഇപ്രാവശ്യത്തെ കപ്പ് അർജന്റീനയ്ക്ക് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. ഓക്കെ, ആത്മവിശ്വാസം നല്ലതാണ്. അർജന്റീനയ്ക്ക് തന്നെ കപ്പെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല. കാരണം മറ്റു ടീമുകളും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ടീമുകളെ പിന്തുണയ്ക്കുന്ന ആരാധകരും ഇവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് തൽക്കാലം സ്വിറ്റ്സർലൻഡും അർജന്റീനയും തമ്മിലുള്ള നാളെ നടക്കുന്ന മത്സരത്തിനായിട്ട് കാത്തിരിക്കാം. ആ ആവേശ പോരാട്ടത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.